കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രതികളായ MDMA കേസിൽ പോലീസിനെതിരെ പ്രതികൾ. കേസ് കെട്ടിച്ചമച്ചതെന്നും പയ്യന്നൂരിലെ ഹോം സ്റ്റേയിലേക്ക് വിളിച്ചുവരുത്തി കുടുക്കുകയായിരുന്നുവെന്നുമാണ് ആരോപണം. മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ടോ എന്ന ചോദ്യത്തോട് പ്രതികളിൽ ഒരാളായ മുഹമ്മദ് ഹുസൈൻ മറുപടി പറഞ്ഞില്ല. പ്രതികളെ കാസർഗോഡ് ജില്ലാ കോടതി 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ലഹരി ഉപയോഗം തടയാനുള്ള ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുന്നതിനിടെ സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പ്രതിരോധത്തിലാക്കിയ MDMA കേസിലാണ് പോലീസിനെതിരെ പ്രതികളായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഗുരുതര ആരോപണം ഉന്നയിക്കുന്നത്. പയ്യന്നൂരിലെ ഒരു ഹോം സ്റ്റേയിലേക്ക് പോലീസ് തങ്ങളെ വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നും പിന്നീട് കരുതിക്കൂട്ടി കേസിൽ കുടുക്കുകയായിരുന്നുവെന്നുമാണ് കേസിലെ 1-ാം പ്രതി അബ്ദുൾ സലാം ആരോപിച്ചത്. തങ്ങൾക്ക് ഈ കേസുമായി യാതൊരു ബന്ധമില്ലെന്നും സംഭവത്തിന് പിന്നിൽ വലിയ ദുരൂഹതയുണ്ടെന്നും പ്രതികൾ അവകാശപ്പെടുന്നു. പയ്യന്നൂര് റോയൽ ഹോം സ്റ്റേയിലേക്ക് വിളിച്ചു വരുത്തി പിടിച്ചിട്ടാണ്. എന്തായാലും പുറത്തിറങ്ങി മാധ്യമങ്ങളെ കാണും. അതേസമയം കേസിൽ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടോ എന്ന് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ പ്രതികൾ തയ്യാറായിരുന്നില്ല. മൗനം പാലിച്ചുകൊണ്ട് ഇവർ ചോദ്യങ്ങളെ തള്ളിക്കളയുകയായിരുന്നു. പെരുമ്പാവൂർ സ്വദേശികളായ KH മുഹമ്മദ് ഹുസൈൻ, PA അബ്ദുൾ സലാം, PA അബ്ബാസ് എന്നിവരെയാണ് പോലീസ് സംഘം കോടതിയിൽ ഹാജരാക്കിയത്. പ്രതികളുടെ ജാമ്യാപേക്ഷയും കസ്റ്റഡി അപേക്ഷയും പരിഗണിച്ച കോടതി ഇവരെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ചന്തേര പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ള പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കേസിൽ പ്രതികൾക്ക് വേണ്ടി വക്കാലത്ത് ഒപ്പിട്ടിരുന്ന അഡ്വക്കേറ്റ് സജൻ കോടതിയിൽ ഹാജരായില്ല. ഇതിനു പകരമായി കാസർഗോഡ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷാജിദ് കമ്മാടമാണ് ഇന്ന് കോടതിയിൽ ഹാജരായത്. വിശദമായ അന്വേഷണത്തിനും കസ്റ്റഡി ചോദ്യം ചെയ്യലിനും ശേഷം മാത്രമേ സംഭവത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയുള്ളൂ. ന്യൂസ് മലയാളം, കാസർഗോഡ്.